ഹലോ ഗേസ്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് റെയിൽവേയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രെയിനിൽ ഞങ്ങൾ ആലുവയിലേക്കാണ് പോകുന്നത്. ഒരു 2.5-3 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. ബോറടിച്ച സമയത്ത് ഞാൻ കുറച്ചു നേരം പുസ്തകം വായിച്ചു. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എനിക്ക് വായിക്കാൻ തന്നൊരു ടെക്സ്റ്റാണ് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. എനിക്ക് ഈ ടെക്സ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ നമുക്ക് എപ്പോഴും കഴിയാറില്ല. അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്ത് നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ നോവൽ. ജീവിതത്തിൻ്റെ എല്ലാ വൈകാരികതയും കടന്നു വരുന്ന ഈ യാത്രയ്ക്കൊടുവിൽ എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് ഈ നോവൽ പൂർണ്ണമാവുകയാണ്. ബുക്ക് വായിച്ച് തീർന്നപ്പോഴത്തേക്കും ഏകദേശം എറണാകുളം എത്താറായി. ആ സമയത്ത് ഞങ്ങളുടെ അച്ഛൻ വിളിച്ചു. ഞങ്ങൾ ശരിക്കും ആലുവയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അച്ഛൻ പറഞ്ഞു, ആലുവയിൽ ഇറങ്ങണ്ട, നിങ്ങൾ എറണാകുളം നോർത്തിൽ ഇറങ്ങൂ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു എക്സാം എനിക്ക് ഷിഫ്റ്റായിരുന്നു. 3 ഷിഫ്റ്റ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഷിഫ്റ്റാണ്. അതായത് 3 മണി തൊട്ടിട്ട് 6 മണി വരെ എക്സാം. അപ്പം ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എറണാകുളം എത്താറായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി വെറുതെ പോസ്റ്റ് അടിക്കണ്ട, വാ അച്ഛൻ്റെ വീട്ടിലോട്ട് വാ, അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 2 വീലറിൽ എക്സാം സെൻറ്ററിലോട്ട് പോകാം. അവിടുന്ന് ഏകദേശം ഒരു 12 മിനിറ്റത്തെ യാത്രയേ ഉള്ളായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. മെട്രോയിൽ കയറി ഞങ്ങൾ കളമശ്ശേരി, അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലം കളമശ്ശേരിയിലാണ്, അവിടേക്കാണ് പോകുന്നത്. എൻ്റെ ചേച്ചി ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറുന്നത്. ശരിക്കും ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്യുന്ന പോലെ അത്ര സുപരിചിതമല്ലായിരുന്നു മെട്രോ. രണ്ടായാലും ഞങ്ങൾ രണ്ടുപേരും കയറി. ഞാൻ ഇതിനു മുമ്പ് 2 വട്ടം പോയിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അതിനുള്ളിൽ കയറി ആദ്യമൊന്നും സീറ്റ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും കുറച്ച് പേര് എണീറ്റു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെളിയിലുള്ള അതെനിക്കൊന്ന് മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. ശരിക്കും ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടുന്ന് അടുത്ത മെട്രോ പിടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെത്തി. ആ സമയത്തോ എല്ലാം അങ്ങ് അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. അത്രയും നേരം ഭയങ്കര വെയിലായിട്ട് നിന്നിരുന്നത് ഞങ്ങൾ ആ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയെന്ന് വെച്ചാൽ അത്രയ്ക്ക് മഴയായിരുന്നു. പിന്നെ അച്ഛൻ അവിടുന്ന് 2 കുടയായിട്ടൊക്കെ വന്ന് ഞങ്ങളെയും കൂട്ടിയിട്ട് അച്ഛൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോയി. ഏകദേശം ഒരു 11:30 സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊരു 2 മണി 2:30 ആയപ്പോഴത്തേക്കും 2 വീലറും എടുത്തിട്ട് ഞങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോയി. ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അതിലെല്ലാം രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ ഇട്ടാവട്ടം, അതായത് ചക്കുവള്ളി, അവിടെ താമരക്കുളം, അങ്ങനെ ഇട്ടാവട്ടത്ത് വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഞാൻ എറണാകുളം സിറ്റിയിൽ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പേടി തോന്നും. കാരണം എവിടെ നിന്നൊക്കെ ഈ വാഹനങ്ങൾ വന്ന് കയറുന്നതെന്നറിയില്ല. ലെഫ്റ്റിൽ കൂടെയും റൈറ്റിൽ കൂടെ എല്ലാം വന്നങ്ങ് തുരുതുരാന്നങ്ങ് വന്ന് മറിയുമോ വണ്ടികൾ. അതിലെല്ലാം രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 1 വേ ഏതാ 2 വേ ഏതാന്ന് പോലും നേരെ ചൊവ്വേ അറിയാത്ത ഞങ്ങളാണ് ആ 2 വീലറും പൊക്കിക്കൊണ്ട് എക്സാമിന് പോയിരിക്കുന്നത്. അങ്ങനെ ഒരു 3 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും പണി പാളി. അതായത് ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഊരണം. അതായത് ഡ്രസ്സ് ഒഴിച്ച് ബാക്കി മാല, മൂക്കുത്തി, പാദസരം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഊരിയിട്ടായിരിക്കണം നമ്മൾ എക്സാമിന് കയറേണ്ടത്. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റും ആയിരുന്നു അവിടെ. അങ്ങനെ എക്സാം ഒക്കെ എഴുതി എങ്ങനെയൊക്കെയോ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി. അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു 6:15 6:30 ആയപ്പോഴത്തേക്കും എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ലക്ഷ്മി ചേച്ചി അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സന്ധ്യ സമയത്ത് 2 വീലറിൽ ഞങ്ങൾ ആ എറണാകുളം സിറ്റിയിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. കാരണം രാത്രിയിൽ ഇങ്ങനെ 2 വീലറിൽ സഞ്ചരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ വഴി അറിയാവുന്നവരുടെ കൂടെ പോകണം. വഴി അറിയാതെ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മാപ്പിനകത്ത് കുറേ വളവും തിരിവും, ഈ സിറ്റിയിലൂടെ എങ്ങനെ പോകണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു ഊഹത്തിനാണ് പോയത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിലെല്ലാം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നിട്ട് ബംഗാളി എടുത്ത് വഴി ചോദിച്ചൊരവസ്ഥ. കാരണം ബംഗാളി ഏതാ മലയാളി ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും ഞങ്ങൾക്ക് എറണാകുളത്ത് ചെന്നപ്പോൾ മനസ്സിലായില്ല. അതിലെല്ലാം രസം എന്ന് പറഞ്ഞാൽ ആ ബംഗാളി എടുത്ത് വഴി ചോദിക്കുന്നത് അടുത്ത് നിന്ന് ആൾക്കാർ കണ്ടിട്ട് ഞങ്ങളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇവളുമാരിത് എവിടുന്ന് വരുന്നെന്നായിരിക്കും അവർ ചിന്തിച്ചത്. അതും കഴിഞ്ഞ് അടുത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം അച്ഛൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അറഫാ നഗറാണ്. ആ വില്ല പോലെ അവിടെ ഒരേ റോഡ്, ഒരേ വീട്, ഏതാ വഴിയും സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഒരേ റൂട്ടിൽ തന്നെ ഒരു 3 വട്ടം ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ചിരി തോന്നും. ആ സമയത്ത് ചിരിച്ചിരിച്ചങ്ങ് മറിഞ്ഞു ചെയ്തു ഞങ്ങൾ. വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി എന്നോട് ചോദിച്ചു, എടി നിനക്ക് വന്ന വഴി അറിയാമല്ലോ. അപ്പം ഞാൻ അവളെ കളിയാക്കി നല്ല വീമ്പിലൊക്കെ പറഞ്ഞേ, വന്ന വഴി മറക്കുന്നവളല്ലടി ഞാനെന്നും പറഞ്ഞിട്ട് കളിയാക്കി നിന്ന ഞാനാ ഈ കിടന്ന് കറക്കുന്നവളെ. അവളെന്നെ കളിയാക്കി കൊന്നേത്. എനിക്കിടയ്ക്ക് ചെറിയ കിറുക്കൊക്കെ ഉണ്ട്. കാരണം ഈ പേടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ ചേച്ചിയാണ് നല്ല പേടിത്തൊണ്ടിയാണ്. ഈ വഴിയിലൂടെ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ലാസ്റ്റ് അവളെടുത്ത് പറഞ്ഞ്, എടീ ഇതില്ല സുമതി വളവാന്ന് തോന്നുന്നു, വന്ന വഴി തന്നെ റിപ്പീറ്റ്ലി വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പേടിപ്പിച്ച്. അങ്ങനെ ആൾ അത്യാവശ്യം പേടിച്ചൊക്കെ വിറച്ചൊക്കെയാണ് എൻ്റെ പുറകിലിരുന്നത്. അവൾ പേടിക്കുന്ന കണ്ടിട്ട് എനിക്ക് വീണ്ടും പേടിപ്പിക്കാനായിട്ടാണ് തോന്നിയത്. അങ്ങനെ കുറേ വട്ടം അവിടെ കിടന്ന് വട്ടം കറങ്ങിയിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ വന്ന വഴി തിരിച്ച് ഞങ്ങൾ മെയിൻ റോഡിൽ കയറി. അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തി.
അവിടുന്ന് ഒരു 7 മണിക്ക് ഒരു 7:50-ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിന് പോകാനായിട്ട് പാഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ ചെന്നപ്പോഴും ആ ട്രെയിൻ 6 മണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ രാത്രിയിൽ 1:30 വരെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ അങ്ങ് സമയം പോക്കി. അങ്ങനെ ബോറടിച്ച സമയത്ത് കുറച്ച് ഐസ്ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമും കുടിച്ചു. അങ്ങനെ ചേച്ചിയാണെങ്കിൽ അവിടെ അങ്ങ് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 3, 3:30, 4 മണി ആയപ്പോഴത്തേക്കും വീട്ടിലും എത്തി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.